പണ്ടേ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരു ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ടോ. കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ടി വിയിൽ കാണുന്നില്ലേ ഒരു സാധനം അപ്പം പോലെ ഇരിക്കുന്നേ, അത് മതിയെന്ന്. അതിന്റെ പേരെന്താന്ന് അന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്ത വേർഡ് പിക്ചറൊക്കെ വെച്ചിട്ടേ സംഭവം ടേബിളിന്റെ മുകളിൽ എത്തിയിട്ടോ. കഴിക്കാൻ പാകത്തിനേ മുറിച്ച് 6 പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂട് പറക്കണ അപ്പം കണ്ടിട്ട് കൊത്തിയായിട്ട് പാടില്ല. വേഗം ഒരു കഷ്ണം എടുത്ത് അങ്ങോട്ട് കടിച്ചു. നോക്കിയപ്പോഴേ കടിച്ചതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങോട്ട് എടുക്കാനാ പറ്റണില്ല. പശ പോലെ എന്തോ ഒരു സാധനം വയറിലൊട്ടി പിടിക്കില്ലേ. ഞാനോർത്തേ ഇതെങ്ങനെ ആൾക്കാർ കഴിക്കണേ, എന്താ പിന്നെ ചെയ്യാ. സംഭവം ഓർഡർ ചെയ്യുകയും ചെയ്തു. കഴിക്കാനിട്ട് പറ്റണമില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞേ അത് ഫുള്ളും മൈദയാണ്, മൈദ പശയല്ലേ, അതാ ഒട്ടിപ്പിടിക്കണേന്ന്. അന്നൊക്കെ ആർക്കെങ്കിലും അറിയോ ഈ ചീസാണ് മുകളിൽ വെതറിയതെന്ന്? ഇംഗ്ലീഷ് കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഈ ചീസൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നത്തെ ആൾക്കാർക്കല്ലേ അറിയോ. ഇൻഗ്രീഡിയൻസ് കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടാ. ഇന്നിപ്പോഴേ ഇത് മൈദ കൊണ്ട് മാത്രമല്ല ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കാമെന്നും പിന്നെ വലിച്ചാ നീളുന്ന ഈ സാധനം ചീസാണെന്നും ഇതിന് കടിച്ചാൽ പൊട്ടാത്തൊരു പേരുണ്ടെന്നും എനിക്കറിയാം. പിസ്സ.